വിത്ത് മീ. ഇനി ചെറുതായിട്ട് ഒരു ലിപ് ബാം ഇടണം. അത് കഞ്ഞി കുടിക്കുമ്പോ പോവും. മുടി ഇപ്പൊ കെട്ടണില്ല, കാരണം നനഞ്ഞ് കണ്ടോ വെള്ളം വരുന്നുണ്ട്. പ്രേതം പിടിച്ചോണ്ട് പോയ നമ്മുടെ നിക്കി ബെഞ്ചിന്റെ ചുവട്ടിൽ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മോർണിംഗ് വ്ലോഗും ആയിട്ടാണ്. ഞാൻ സ്കൂളിലേക്ക് പോവാൻ റെഡി ആയിരിക്കുകയാണ്. റെഡി ആയിട്ടില്ല, കുളിച്ചിരിക്കുകയാണ്. അപ്പൊ ദിയമോളൊന്നും വരുന്നില്ല കേട്ടോ. ദിയമോക്ക് പനിയൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസമായി ദിയമോക്ക് പനി തുടങ്ങിയിട്ട്. അതെ, ഇതുവരെ കുറവൊന്നുമില്ല. ഇന്നലെ ദിയമോൾ സ്കൂളിൽ പോയിട്ടില്ല, ഇന്നും പോണില്ല. ദിയമോള് കിടക്കാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഫ്രണ്ട്സ്. ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ചു. 6 മണിക്ക് എണീച്ച് ഇന്ന് പഠിക്കുകയായിരുന്നു 7:30 വരെ. 7:30 വരെ. ഞാൻ കഴിഞ്ഞിട്ട് കുളിച്ച് ഞാൻ 2 റംബൂട്ടാൻ കഴിച്ചു കേട്ടോ. എനിക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എണീറ്റ് വന്ന ഉടനെ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് പക്ഷേ റംബൂട്ടാൻ കഴിച്ചത്. അതുവരെ ഒന്നും കഴിച്ചില്ല. 2 റംബൂട്ടാൻ കഴിച്ച് ഞാൻ കുളിച്ച് ഇരിക്കുകയാണ്. ഇന്നലെ ഒന്നും ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. കുളിക്കാന്ന് വിചാരിച്ചു ഗൈസ്. ഇനി എനിക്ക് ഒന്ന് ഐലൈനർ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞു. പിന്നെ മുടി കെട്ടണം. മുടി എനിക്ക് കെട്ടാൻ അറിയില്ല, അമ്മ കെട്ടി തരണം. നല്ല മഴയാണ് ഫ്രണ്ട്സ്. 2-3 ദിവസമായിട്ട് നല്ല മഴ ഉണ്ട്. ഞാൻ വിചാരിച്ചു മഴ നിന്നു എന്ന് വിചാരിച്ചു, പക്ഷെ പിന്നെ മഴ തുടർന്നുകൊണ്ട് നിൽക്കാണ് ഗൈസ്. തുടങ്ങി ഗൈസ്. ഞാൻ എൻ്റെ ഒരു സ്കൂൾ ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു തരാം. ഗെറ്റ് റെഡി വിത്ത് മീ മനസ്സിലായില്ല. എന്തായാലും എന്താ അറിയില്ല, ഉറക്കം വരും. എന്റെ കണ്ണിട്ട് മനസ്സിലായി ഉറക്കം വരിക ഫ്രണ്ട്സ്. ചില സംഭവങ്ങൾ ഇവിടെയും ചില സംഭവങ്ങൾ അവിടെയാണ്. ഇതൊന്നുമില്ല കേട്ടോ. ഇത് ഭയങ്കര ഒരുക്കാണെന്നൊന്നും വിചാരിക്കരുത്. ഇത് ഞാൻ ഉറങ്ങാൻ പോവാണെങ്കിൽ വിചാരിച്ചിട്ട്. പണ്ടൊക്കെ ഞാൻ നല്ല കട്ടിക്ക് പിരിക് എഴുതായിരുന്നല്ലോ. അത് എനിക്ക് അന്ന് പിരികില്ലായിരുന്നു. ഞാൻ എന്നെ പെട്ടെന്ന് കണ്ട് പിരിക് എഴുതാതെ കണ്ടു കഴിഞ്ഞാല് പിരികില്ലാത്ത കുട്ടിയാണ് വിചാരിക്കും. എനിക്ക് തീരെ പിരികല്ലായിരുന്നു. അതാണ് അമ്മ എനിക്ക് പണ്ട് കട്ടിക്ക് എഴുതി തന്നിരുന്നത്. പിന്നെ എനിക്കെന്തോ കുറച്ച് വലുതാവുന്നവർ നമുക്ക് ബോറ് തോന്നുമല്ലോ, ഇപ്പോഴൊക്കെയുള്ള കുട്ടികളെ പിരിക് എഴുതി നടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞോട് അമ്മ ഷെയ്ഡ് ചെയ്താൽ മതി എന്നാണ്. ഈ ബ്രഷ് എത്ര കുറെ വർഷം മുന്നത്തെ ഇത്, കുറെ വർഷം മുന്നത്തെ ബ്രഷാണത്. ഇതിന്റെ വേറെ വേറെ സെറ്റ് ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് സെറ്റാണ്. ഇത് കേട് വരാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാണ്. 2 വർഷമായി തോന്നുന്നു. ഇതുകൊണ്ടാണ് പിരികം ഷെയ്ഡ് ചെയ്യല്. പിന്നെ ഞാൻ കട്ടിക്ക് പിരികം എഴുതിയിട്ടില്ല. അന്ന് മുതൽ ഞാൻ ഷെയ്ഡ് ചെയ്യാണ് ചെയ്യല്. ഇപ്പോഴും ഞാൻ ഷെയ്ഡ് ചെയ്യലുണ്ട്. ഇനി കുറച്ച് ഷെയ്ഡ് ചെയ്യലും നിർത്തുണ്ടാവും. കുറച്ച് കഴിയുമ്പോ കാണുന്നുണ്ടല്ലോ, അയ്യേ ഓളതാ പിരിക് എഴുതണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത സ്പ്രേ ആണ്, പൈസ കൊടുത്ത് കോപ്പയാണ്. ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഐലൈനർ ഇടാണ്. വാട്ടർ പ്രൂഫിന്റെ ഉണ്ടോ. ഞാൻ 2 വർഷമായിട്ട് വാട്ടർ പ്രൂഫിന്റെ ഐലൈനറാണ് യൂസ് ചെയ്തത്. അപ്പൊ ഐലൈനർ ഇട്ട് കഴിഞ്ഞു. ചെറിയ അത്ര അല്ലെന്ന് പറയാ, അത്ര ഞാൻ കയ്യിൽ തേക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് അതിൽ എഴുതിയേക്കണത്. ക്രിസ്ത്യാനോ റൊണാൾഡോട് ആരെങ്കിലും പോയിട്ട് ഫ്രണ്ട്സ്. അപ്പൊ ഇത്രയുള്ളൂ എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി ചെറുതായിട്ട് ഒരു ലിപ് ബാം ഇടണം. അത് കഞ്ഞി കുടിക്കുമ്പോ പോവും. ഇന്ന് കഞ്ഞിയാട്ടോ ഞാൻ കുടിക്കണത്. എന്തോ കഞ്ഞി കുടിക്കാൻ തോന്നി, ഞാൻ കുടിക്കാണ്. മുടി ഇപ്പൊ കെട്ടണില്ല, കാരണം നനഞ്ഞ് കണ്ടോ വെള്ളം വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് മുടി കെട്ടാൻ കഴിയും. ഞാൻ വാച്ചിട്ടോ. വാച്ച് ഞാൻ ആദ്യം ഇടും. മറ്റേത് ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് വാച്ച് തപ്പാൻ എനിക്ക് വയ്യ. വാച്ച് തപ്പാനൊന്നുമില്ല, ഞാൻ അൽമാരിയിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഇറങ്ങാൻ നേരത്ത് ഞാൻ മറന്നു പോകും വാച്ചിടാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇട്ട് വെച്ചു വാച്ച്. സാധാരണ സമയം ശരിയാക്കാം. മറ്റേ 21-23 വന്ന് നിൽക്കല്.
ദിയമോൾ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പൊ ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ദിയമോ ഇഞ്ചക്ഷൻ വെക്കണമല്ലോ. അപ്പം ദിയമോക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്. അതുകൊണ്ട് പിന്നെ ദിയമോൾ തന്നെ പറഞ്ഞ് ഞാൻ മരുന്ന് കുടിച്ചോളാന്ന് പറഞ്ഞു. ദിയമോൾ പക്ഷെ മരുന്ന് കുടിക്കുമ്പോൾ ഛർദ്ദിക്കുകയാണ് ചെയ്യണത്. ആ മരുന്ന് വയറ്റിക്ക് എത്തണില്ല. അപ്പം ഇന്നലെ അങ്ങനെ ഡോക്ടർ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. പിന്നെ ദിയമോളെ കുറെ മരുന്ന് കുടിക്കാതിരുന്നപ്പം അഡ്മിറ്റ് ആക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ദിയമോൾ കുടിക്കുന്നതിനനുസരിച്ച് വൊമിറ്റ് ചെയ്യാണ് ദിയമോള്. നല്ല പനിയായിരുന്നു കേട്ടോ ദിയമോക്ക്. മറ്റേ ഇതല്ലേ ഉദ്ദേശിക്കണം ഇഞ്ചക്ഷൻ ഒക്കെ പറയുമ്പോ 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ട്രിപ്പ് ഇടണം. ലിബാം ഇട്ടോ? ലിബാം അപ്പുറത്തെ കഞ്ഞി കുടിച്ചിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ പോവാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നും രാവിലെ കഞ്ഞിയാണോ കുടിക്കരുത്. എനിക്ക് കഞ്ഞിയാണ് ഗൈസ് ഇഷ്ടം. ഇന്ന് ഞാൻ കഞ്ഞിയാണ് കുടിച്ചത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഞാൻ ലഞ്ചിന് എന്താണോ കൊണ്ടുപോകണം അതൊക്കെയാണ് കേട്ടോ കഴിക്കാറ് ഇതിന് മുന്നേക്കെ. ഇപ്പം എന്താ ഇന്ന് എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കുടിച്ചു. വീഡിയോ ഫസ്റ്റ് കാണുന്നവർ വിചാരിക്കും എന്താ രാവിലെ ഈ പുട്ടും അപ്പവും ഒന്നും കഴിക്കാതെ കഞ്ഞിയാണോ കുടിക്കണത് എന്ന് വിചാരിക്കും. പക്ഷെ എനിക്കിതാണ് ഗൈസ് ഇഷ്ടം. അവിടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും റെഡിയാണ്. പക്ഷെ എനിക്ക് ഇത് മതി. കഞ്ഞിയും മോരും മുളക് ഉടച്ചതും. വാ ഫ്രണ്ട്സ്, അപ്പം കഴിച്ചു കഴിഞ്ഞു. ഇനി മുടി കെട്ടാണ്ട് സമയമില്ല. ഗൈസ്, നിങ്ങളോട് എനിക്കൊരു സാഡ് ന്യൂസ് പറയാറുണ്ട്. നമ്മുടെ വിസ്പറിന്റെ പാർട്ട് 8 ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ അവധി ദിവസങ്ങളിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ദിയമോക്ക് പനിയും എനിക്ക് കാലുവേദനയൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ പാർട്ട് 8 അടുത്ത ആഴ്ചയെ വരുള്ളൂ. ഈ ആഴ്ച ഇനി ഷൂട്ട് ചെയ്തിട്ട് വേണം. ഈ അവധി ദിവസങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. എല്ലാവരും പറഞ്ഞ പോലെ അടുത്ത ആഴ്ച കുറച്ച് ലെങ്ത് കൂട്ടിയിരുന്നതാണ്. കുറച്ച് ലെങ്ത് കൂടും. ഈ ആഴ്ചത്തേക്ക് ലെങ്ത് കുറവാണ് ആൾക്കാർ പറഞ്ഞത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കാർട്ടൂണിൽ ഒരു വീഡിയോ ഈ സൺഡേ ഇടുന്നുണ്ട് അല്ലേ? പകരം അതിന് പകരമായിട്ട് എല്ലാം കാർട്ടൂണിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം. LLM കാർട്ടൂൺ എന്ന് പറഞ്ഞ വേറെ ചാനലുണ്ട്. അതില് കാർട്ടൂൺസ് ആണ് ഇടുന്നത്. നമ്മുടെ തന്നെ ചെയ്തതാണ്. അതിലും ഞങ്ങളൊരു ഹൊറർ വെബ് സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഈ സൺഡേ എല്ലാവരും പോയി കാണാം. ഓക്കെ, മുടി കെട്ടി കഴിഞ്ഞു ഗൈസ്. അപ്പം ഞാൻ ID കാർഡ് ഇട്ടിട്ട് തന്നെ പോട്ടെ ഗൈസ്. ഞാൻ ലഞ്ച് കൊണ്ടുപോകണില്ല. ഞാൻ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കണത്. അപ്പോൾ ഞാൻ ദേവനെ കൊണ്ടുവിട്ടിട്ട് വരാം. ദിയമോളുടെ പനി മാറിയിട്ടില്ല. 1-2 ദിവസം കൂടെ ഫ്രണ്ട്സ്, പ്രേതം പിടിച്ചോണ്ട് പോയ നമ്മുടെ നിക്കി ബെഞ്ചിന്റെ ചുവട്ടിൽ പ്രേതം പിടിച്ചോണ്ട് പോയ നിക്കി ഇതാ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ പോവുകയാണ്. ബസ് കയറാൻ നേരം വൈകിട്ടൊന്നുമില്ലല്ലോ. അപ്പം കുറച്ച് വൈകിട്ട് അവിടെ ചെല്ലുമ്പോഴും ബസ് വരുമെന്നല്ലോ. എന്നാൽ നമ്മൾ ചെന്നപ്പോൾ കറക്റ്റല്ലേ? ഫ്രണ്ട്സ്, അഭിമാമൻ ഇവിടെ കട ഉണ്ട്. ആ കട വാങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റോർ, അതെ, ഒരു സ്റ്റോർ, പലചരക്ക് സ്റ്റോർ. അത് പിന്നെ വാങ്ങി. നാളെ മറ്റന്നാളാണ് ഉദ്ഘാടനം. ഈ സ്റ്റോറ് ആണ് അധികം വാങ്ങിയിരിക്കുന്നത്. അതായത് ആദ്യം
എങ്ങനെയുണ്ട് പനി? നോക്കട്ടെ നോക്കട്ടെ. പനിക്കുണ്ടല്ലോ. ബാ എണീക്ക്. ബാ. ജലദോഷമുണ്ടോ? ബാവ എണീക്ക്. എണീറ്റിട്ട് പല്ലൊക്കെ തേച്ച്. എന്താ ചപ്പാത്തി വേണോ അതോ കഞ്ഞി വേണോ? ഏതാ വേണ്ടേ? കഞ്ഞിയോ? ഞാൻ എണീക്ക്. എന്നിട്ട് മരുന്ന് കുടിക്കണ്ടേ? എനിക്ക് ഭാവേ. ചേച്ചി സ്കൂളിൽ പോയിട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും മുട്ട റോസ്റ്റുമാണ്. മതി. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ദിയമോളെ എണീറ്റിട്ടില്ല കേട്ടോ. ദിയമോള് പനിയായതുകൊണ്ട് എണീറ്റിട്ടില്ല. കുറച്ച് കഴിയും എണീറ്റ് വരാൻ. അപ്പോൾ ദിയമോൾക്ക് കഞ്ഞി കൊടുക്കണം. ഞങ്ങൾ ഇതാ മുട്ട റോസ്റ്റും ചപ്പാത്തിയും കഴിക്കുകയാണ്. കട്ടൻ ചായ. ദിയമോളിതാ പനിക്കാരിയാണ്. എണീറ്റ് വരികയാണ്. ഹായ് ഫ്രണ്ട്സ്. നമ്മൾ പണിക്കണുള്ളൂ. ഇനി ദിയമോൾ കഞ്ഞി കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഗുളിക കൊടുക്കണം. നമുക്ക് ഇഷ്ടമാണ് ഗുളിക കഴിക്കണം. ഗുളിക ഇഷ്ടമല്ലേ? മോർണിംഗ് ബ്ലോഗ് എണീറ്റ് നോക്കി. എനിക്ക് വൈകിട്ട് പറഞ്ഞിട്ടാണ് നിർത്താന്. അതായത് വൈകിട്ട് പോകാനാണ്. അല്ലെങ്കിൽ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ മറക്കരുത്. തുണിയപ്പിട്ട് വേണ്ടിയിട്ട് വീടുമ്പോഴായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ഷുവറാ, ഇയാള് ഷുവറാണ്. ഷുവറാ.